അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആലുവ മൂന്നാർ KSRTC ബസ് റൂട്ടിൽ ആലുവ ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മൂന്നാർ ഭാഗത്തേക്കുള്ള റോഡിലൂടെ വരുമ്പോൾ തോട്ടുമുഖം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നും കുട്ടമശ്ശേരി കഴിഞ്ഞ് ചാലക്കൽ പെട്രോൾ പമ്പിന് സമീപം വരെ റോഡിന്റെ 1 ഇഞ്ച് പോലും ഗട്ടറും കുണ്ടും കുഴികളും ഇല്ലാത്ത സ്ഥലം അവശേഷിക്കുന്നില്ല. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ആലുവയുടെ MLA കുറ്റപ്പെടുത്തി ആണ് ഞാൻ വീഡിയോ ചെയ്തത്. എന്തായാലും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എന്റെ വീഡിയോ കണ്ടിട്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും എറണാകുളം ജില്ലാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് DCC പ്രസിഡന്റ് എന്തോ പേര് മുഹമ്മദ് ഷിയാസ് എന്നാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുട്ടമശ്ശേരിയിൽ ഒരു വലിയ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന് ഈ സമരത്തിൽ അനവധി കോൺഗ്രസിന്റെ സ്ത്രീ പുരുഷ പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആലുവയുടെ MLA അൻവർ സാദത്തിന്റെ അസാന്നിധ്യത്തിലായിരുന്നു എറണാകുളം DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് സമരം സംഘടിപ്പിച്ചത്. സമരം കുട്ടമശ്ശേരി ജംഗ്ഷനിൽ റോഡിൽ കുത്തിയിരുന്നുകൊണ്ടായിരുന്നു സമരം. വാഹനങ്ങളെ തടഞ്ഞ് ശക്തമായ സമരം അഴിച്ചുവിടുകയാണ് ചെയ്തത്. ഈ സമരത്തിൽ എറണാകുളം DCC പ്രസിഡന്റ് അദ്ദേഹം പറയുന്നതിലെ ധ്വനി ആലുവയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വേര് പിടിക്കാത്ത ഒരു നിയമസഭാ സീറ്റാണ് ആലുവ. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഭരിക്കുന്ന കക്ഷി ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. തന്നെയുമല്ല, വാട്ടർ അതോറിറ്റിയാണ് ഇതിന്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നത്. റോഡ് നന്നാക്കാൻ, റോഡ് വൃത്തിയാക്കാൻ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷൻ റോഡിന്റെ ഇരുവശങ്ങളിലൂടെയും പോകുന്നുണ്ട്. അതിന്റെ പണി പൂർത്തീകരിക്കാതെ മനഃപൂർവ്വം വെച്ച് താമസിപ്പിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റി ഇതിന്റെ വർക്ക് നീട്ടിക്കൊണ്ടുപോയില്ല. അപ്പോൾ ജനങ്ങൾ പൊതുവെ ആലുവയുടെ MLA കുറ്റപ്പെടുത്തും, കോൺഗ്രസ് എന്ന പാർട്ടിയെ കുറ്റപ്പെടുത്തും. അപ്പോൾ ഇതിലൂടെ ജനവികാരം കോൺഗ്രസിനെ എതിരാക്കി മാറ്റിക്കൊണ്ട് ഈ സീറ്റിൽ വിജയിച്ച് കയറാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഉള്ളിൽ കിടന്ന് കളിക്കുകയാണ് ഭരണകക്ഷി എന്നൊക്കെയാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ വൻ ജന പങ്കാളിത്തമാണ് ഈ സമരത്തിലുണ്ടായത്. ഈ സമരത്തിൽ കോൺഗ്രസിന്റെ ജില്ലാ പ്രാദേശിക നേതാക്കളടക്കം വൻ ജനാവലിയാണ് ഇതിൽ പങ്കെടുത്തത്. അപ്പോൾ നമുക്ക് ഒരല്പം ഇതിൽ പങ്കെടുത്ത ജനങ്ങളെ ഒന്ന് കാണാം, അവരുടെ സമരത്തിന്റെ പോയിന്റ് ഒന്ന് കാണാം, സമരത്തിലെ മുഖ്യ വിഷയം എന്തായിരുന്നു, സമരവുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗത്തിലെ മുഖ്യ വിഷയം ഒക്കെ എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ കണ്ടല്ലോ, ഏതായാലും ഈ റോഡ് പുതുതായി പണി കഴിപ്പിച്ചിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. 1 വർഷം ഏറി വന്നാൽ 1 വർഷം കഷ്ടിയാവുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് കുണ്ടും കുഴിയുമായി. അപ്പോൾ ഈ റോഡിന്റെ വർക്ക് കോൺട്രാക്ടർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കുറ്റപ്പെടുത്തലുകളോ ആ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയോ ഈ റോഡിന്റെ പണിയിൽ നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷണമോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഈ റോഡിന്റെ നിർമ്മാണം ചെയ്ത സമയത്ത് വൻ അഴിമതിയാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. ആയതുകൊണ്ട് ഈ റോഡ്
പണിയാൻ കോൺട്രാക്ട് എടുത്ത വ്യക്തിക്കെതിരെ അഴിമതിക്ക് അന്വേഷണം വേണമെന്നും കൂടി പൊതുജനങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ സമരം ചെയ്ത കോൺഗ്രസുകാർ അത് പറയുന്നില്ല. ഈ വർക്ക് ചെയ്യിപ്പിച്ച സർക്കാരും അത് പറയുന്നില്ല. അതിന്റെ അർത്ഥം വർക്ക് ചെയ്യിപ്പിച്ചവർക്ക് ഈ അഴിമതിയുടെ പങ്ക് അവർ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആയതുകൊണ്ട് ഈ റോഡിന്റെ പണി നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നും MLA അടക്കമുള്ളവർ അതിനുവേണ്ടി കഠിന ശ്രമം നടത്തണമെന്നുമാണ് ഇവിടെ നാട്ടുകാർ പറയുന്നു. കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി അവിടെ ജയിച്ച് കയറാനുള്ള തന്ത്രമാണിതെന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകർ സ്വകാര്യം പറയുന്നുണ്ട്. ഏതായാലും ഈ മുഹമ്മദ് ഷിയാസിന്റെ എറണാകുളം DCC പ്രസിഡന്റിന്റെ ഉദ്ഘാടന ചടങ്ങ് കൂടി നമുക്കൊന്ന് കണ്ടുപോകാം. ഈ സമരത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബാബു ഉത്തരങ്ങാടി. അപ്പോൾ ഈ വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും ഞാൻ ഇനി പറയുന്നില്ല. ആയതുകൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഒരു വലിയ സലാം.